നമസ്കാരം, ഡാർക്കുൾ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രീമിയർ പ്രോയുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1ൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ ബിന്നിൻ്റെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളും അതുപോലെ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ഓരോ വീഡിയോയുടെ പ്രിഫറൻസ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കീബോർഡ് ഷോർട്ട് കട്ടുകളാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നമുക്ക് പാർട്ട് 2 തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത വീഡിയോസും ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. പ്രീമിയർ പ്രോൻ്റെ മാത്രമല്ല FCPയുടെയും ഡാവിഞ്ചിയുടെ ഒക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഡാർക്കുൾ VFX സ്റ്റുഡിയോ. ഇന്നത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൻ്റെ അകത്ത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സാണ്. ആദ്യം ഞാൻ ടൈമിലേക്ക് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം അല്ലേ. അതിന് കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാണ്? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അത് അവിടെ നിന്ന് കട്ടായി പോയതാണ്. നമ്മൾ സാധാരണ ഫോൾഡറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫൈൻഡറിൻ്റെ അകത്ത് കട്ട് ചെയ്യുന്ന അതേ ഓപ്ഷൻ തന്നെയാണ്. കമാൻഡ് X വിൻഡോസിലാകുമ്പോൾ Ctrl X ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇനി നമുക്കിത് വേറൊരു സ്ഥലത്താണ് പേസ്റ്റ് ചെയ്യണമെങ്കിലോ ഈ ഒരു നീല സംഭവം കണ്ടോ, അതിന് പറയുന്ന പേരാണ് പ്ലേ ഹെഡ് എന്നൊക്കെ പറയും. ഈ പ്ലേ ഹെഡർ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. അവിടെ കമാൻഡ് V അല്ലെങ്കിൽ Ctrl V അടിച്ചാൽ അവിടെ പേസ്റ്റ് ആവും. ഒരുപക്ഷെ നമുക്ക് കോപ്പി ചെയ്യാനാണെങ്കിലോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോപ്പി കാണാൻ പറ്റും. കമാൻഡ് C Ctrl C. അപ്പോൾ അത് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് സാധാ കോപ്പി പേസ്റ്റ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കും. എന്നാലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ഡൗട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. കമാൻഡ് V Ctrl V. നമ്മൾ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് കാണാൻ പറ്റും. ഇത് പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ അല്ല പേസ്റ്റ് ആവും. നമ്മൾ തൊട്ട് മുന്നേ കോപ്പി ചെയ്ത് ആ ഒരു വീഡിയോയുടെ സെറ്റിങ്സുകളാണ് ഇവിടേക്ക് പേസ്റ്റ് ആവുക. അതൊന്ന് കാണിച്ചു തരാം. അതിന് തന്നെ ഈ ഒരു ക്ലിപ്പിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുകയാണ്. പൊസിഷൻ കുറച്ച് റൈറ്റിലേക്ക് ഞാൻ നീക്കി വെച്ചു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്തു? കമാൻഡ് C വിൻഡോസിലാകുമ്പോൾ Ctrl C അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ക്ലിപ്പിനാണ് ഇതിൻ്റെ സെറ്റിങ്സ് മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ ആ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ആട്രിബ്യൂട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെ പേസ്റ്റ് ചെയ്യണമെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാര്യമായിട്ട് മാറ്റിയത് മോശം മാത്രമാണ്. പക്ഷേ നമുക്ക് ഒപ്പാസിറ്റി ഇതൊക്കെ കോപ്പി പേസ്റ്റ് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ടോ, അതേപോലെ ഓഡിയോയിൽ എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ടോ അതോ മൊത്തത്തിൽ ആ ഒരു സെറ്റിങ്സ് മൊത്തം ഈ ഒരു ക്ലിപ്പിലേക്ക് മാറും. കണ്ടോ, ക്ലിപ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. അതിൻ്റെ സെറ്റിങ്സിൽ കാണാൻ പറ്റും. എഡിറ്റിൽ എഫക്ട് കൺട്രോളിൻ്റെ അത് വന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ക്ലിപ്പാണ് നമ്മൾ ആട്രിബ്യൂട്ട് പേസ്റ്റ് ചെയ്ത സമയത്ത് മാറിയത്. ഈ ആട്രിബ്യൂട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. കമാൻഡ് ഓപ്ഷൻ V വിൻഡോസിലാകുമ്പം Alt Ctrl V. ഓക്കെ, കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇനിയും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. തൊട്ട് താഴെ എന്താ റിമൂവ് ആട്രിബ്യൂട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇതിൽ ഉള്ള ആട്രിബ്യൂട്ട്, അതായത് നമ്മൾ ഈ ആട്രിബ്യൂട്ട്സിനൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ആട്രിബ്യൂട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ റിമൂവ് ചെയ്യണമെന്ന് ചോദിക്കും. ഓക്കെ കൊടുക്കുക. അപ്പോൾ പഴയൊരു പൊസിഷനിൽ എങ്ങനെയാണോ ക്ലിപ്പ് ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റൈലിലേക്ക് ആ ക്ലിപ്പിൽ വരുത്തിയ കളർ ഗ്രേഡിങ്ങോ എന്ത് സെറ്റിങ്സ് ആയാലും അത് പഴയ പോലെ മാറും ഓഡിയോയിൽ വരുന്നതൊക്കെ കേട്ടോ. അതാണ് ആ രണ്ട് ആട്രിബ്യൂട്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം. എന്താണ്? കണ്ട, ആ വീഡിയോ അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് പോയി. ആ ക്ലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഞാനിത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ കണ്ട ആ ഗ്യാപ്പ് മാത്രം ഡിലീറ്റായി. റിപ്പിൾ ഡിലീറ്റിന് പകരം നമ്മൾ സാധാ ഡിലീറ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഈ കാണുന്നത്. നമ്മൾ ഷോർട്ട് കട്ട് S ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പകരം റിപ്പിൾ ഡിലീറ്റ് ആണെങ്കിലോ അതിങ്ങനെ കട്ടായിട്ട് ആ ഒരു ബ്ലാങ്ക് സ്പേസ് ഫില്ലായിട്ട് വരും. ഈ ഒരു സംഭവമാണ് ക്ലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ക്ലിയർ ചെയ്ത് ആ ഒരു ഏരിയ മാത്രം ക്ലിയർ ചെയ്ത് വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. എന്താണ്? റിപ്പിൾ ഡിലീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിപ്പിൾ ഡിലീറ്റ് എന്നാണ്. ഇതിവനെ അങ്ങ് ഡിലീറ്റ് ആയിട്ട് പോകും. നമ്മൾ ഷോർട്ട് കട്ട് ആഡ് ചെയ്ത് D ആണ്. റിപ്പിൾ ഡിലീറ്റ് അടിച്ചാൽ ആ ഏരിയ മൊത്തം അങ്ങ് കട്ടായി പോയിട്ട് പുറത്തുള്ള ആൾ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്ത് നിൽക്കും. ഇതാണ് റിപ്പിൾ ഡിലീറ്റ്. ഇനി ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാമല്ലോ നമുക്ക്. പിന്നെ എഡിറ്റ് ഒറിജിനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ഒറിജിനൽ കൊടുത്താൽ നമുക്ക് ഇതിലെന്തെങ്കിലും സെറ്റിങ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ട് അതിൻ്റെ ഒറിജിനൽ എഡിറ്റ് ചെയ്യും. നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലൊക്കെ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്താണെങ്കിലും അതിൻ്റെ ഒറിജിനലിനെ, അതായത് ഒറിജിനൽ നമ്മൾ ഇവിടുന്ന് എടുത്ത ആ ഒരു വീഡിയോനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഇനി നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. റീപ്ലേസ് വിത്ത് ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഫ്രം ബിൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ് സംഭവം നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ബിന്നിലൊരു ക്ലിപ്പ് ഉണ്ട്. ഞാൻ ഈ ഒരു ക്ലിപ്പിനെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവനെ സെലക്ട് ചെയ്ത് വെച്ചാണ്. ഇനി ഈ ഒരു ക്ലിപ്പിന് എനിക്ക് മാറ്റണം, പകരം ഈ ക്ലിപ്പ് ആക്കണം. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു, റീപ്ലേസ് വിത്ത് ക്ലിപ്പ് ഫ്രം ബിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഈ ഒരു ക്ലിപ്പ് ഇവിടേക്ക് റീപ്ലേസ് ആയി. വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ടൈം ലൈനിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പകരം ഇവിടേക്ക് വേറൊരു ക്ലിപ്പിനെ ആഡ് ചെയ്തു. ഇനി പഴയ ഒരു ക്ലിപ്പിനെ തന്നെ വേണമെങ്കിൽ അതിനെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ വരിക, എന്നിട്ട് റീപ്ലേസ് ഫ്രം ബിന്ന് കൊടുക്കുക. ഓക്കെ, അത് മാറി കേട്ടോ. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് അതിന് ആഡ് ചെയ്യണമെങ്കിൽ
കമാൻഡ് ഓപ്ഷൻ കെ അടിച്ച് കഴിഞ്ഞാൽ ഈ കീബോർഡിൻ്റെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ, കൺട്രോൾ ആൾട്ട് കെ ആയിരിക്കും ഷോർട്ട് കട്ട്. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പ്രീമിയറിൻ്റെ സെറ്റിങ്സിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്നുള്ള സെറ്റിങ്സ് ഉണ്ട്, അത് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ട എന്താ റീപ്ലേസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. റീപ്ലേസ് വിത്ത് ഇതൊന്നല്ല, ഫ്രം ബിന്ന്, റീപ്ലേസ് ഫ്രം ബിന്ന് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ആഡ് ചെയ്യാണ് ഷിഫ്റ്റ് കമാൻഡ് ആർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കുഴപ്പമില്ല, നമ്മളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഷോർട്ട് കട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ ആ ഷോർട്ട് കട്ട് വേണമെങ്കിൽ നമ്മൾ വീണ്ടും മാനുവലി ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പൊന്ന് ഇതിനെ ഒന്ന് മാറ്റുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഈ ക്ലിപ്പാണെന്ന് കൺഫേം ആക്കി. പിന്നെ ഈ ഒരു ക്ലിപ്പിനെയാണ് ഇവിടുന്ന് മാറ്റേണ്ടത്. ആ ക്ലിപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുക, കമാൻഡ് ഷിഫ്റ്റ് ആർ അടിക്കുക. കണ്ടോ എത്ര എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞു അല്ലേ. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചൊരു ക്ലിപ്പാണെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, വേണ്ട ക്ലിപ്പിനെ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് കമാൻഡ് ആർ അടിക്കുക, ഇങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഷോർട്ട് കട്ടും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ എളുപ്പമായി. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കാം. നമുക്ക് റണ്ടർ ആൻഡ് റീപ്ലേസ് എന്നുള്ളതാണ്. ഈ ഒരു സംഭവം തന്നെയാണ്, റീപ്ലേസ് ചെയ്ത ക്ലിപ്പ് റണ്ടറായിട്ട് വരും. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്തു, ഇവിടെ വെച്ചു. കണ്ടോ മൊത്തം ഈ ഒരു കണ്ടോ റണ്ടർ ചെയ്ത് നമുക്ക് ഏത് ഫോർമാറ്റിലേക്ക് വരണം അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ 25 ഫ്രെയിമിലുള്ളൊരു ക്ലിപ്പായിട്ട് മാറിയിട്ട് ഇവിടേക്ക് വരും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ടോ എൻകോഡിങ് മീഡിയ കഴിഞ്ഞ് റണ്ടറിങ് കഴിഞ്ഞിട്ട് ആ ഒരു ക്ലിപ്പ് പിന്നെ ആ ഒരു ഫ്രെയിം റേറ്റിലേക്ക് മാറിയിട്ട് ഇവിടേക്ക് റീപ്ലേസ് ആവും. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം അല്ലേ. നമ്മുടെ എനേബിൾ എന്ന് കാണാൻ പറ്റുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ ആവും. കണ്ടോ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്നറിയോ, നമ്മൾ ഈ ക്ലിപ്പിൻ്റെ മുകളിലായിട്ടാണ് ഈ ക്ലിപ്പ് പ്ലേസ് ചെയ്തെന്ന് കരുതുക. അപ്പോൾ എനിക്ക് അടിയിലുള്ള ക്ലിപ്പിനെ ഒന്ന് കാണണം, ഒന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് എനേബിൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എനിക്ക് ആ ക്ലിപ്പിനെ കാണാൻ പറ്റും. ഇനി കാണണ്ടെന്നുണ്ടെങ്കിലോ എനേബിൾ ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അതിന് വേണ്ടിയാണ് സംഭവം ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ ഓരോ തവണ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അടിക്കുന്നതിന് പകരം ഷോർട്ട് കട്ട് ഉണ്ട്, ഷിഫ്റ്റ് കമാൻഡ് ഇ. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഇ ആയിരിക്കും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ തൊട്ട് താഴെയായിട്ട് അൺലിങ്ക് എന്ന് കാണാൻ പറ്റും. എന്താണ് ഈ അൺലിങ്ക്? നമ്മളൊന്നും ലിങ്ക് ചെയ്തിട്ടില്ല, പിന്നെ എന്താണ് ഈ അൺലിങ്ക് എന്ന് നോക്കാം അല്ലേ. അൺലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഓഡിയോ കൂടെ ഉണ്ട്. നമ്മൾ ഈ വീഡിയോനെ എവിടെ കൊണ്ടുപോയാലും ഓഡിയോ പിന്നാലെ വരും. ഹച്ചിലെ ഡോഗ് വരും പോലെ, കുട്ടി എവിടെ പോയാലും ഡോഗും വരും എന്ന് പറഞ്ഞ പോലെ ഇതിനായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ ഓഡിയോയും വരും. ഇതിൻ്റെ ഓഡിയോ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഓഡിയോനെ വേണ്ട, അവൻ അവിടെ നിന്നാലും കുഴപ്പമില്ല. നമ്മൾ വീഡിയോനെ ഇവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവരൊന്ന് അൺലിങ്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺലിങ്ക് ചെയ്യുക. കണ്ടോ ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പിനെ എടുത്തുകൊണ്ട് പോകുന്നു കഴിഞ്ഞാൽ ഓഡിയോ അവിടെ നിൽക്കും. ഓഡിയോനെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാം, വീഡിയോനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാം. ഈ ഒരു ഓപ്ഷനാണ് അൺലിങ്ക് എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഡൈവേഴ്സ് ചെയ്ത് മൊയ്യല്ലി ഇനി നമ്മൾ വരണ്ട പൊയ്ക്കോ തന്നെ, എനിക്ക് ഇഷ്ടമുള്ളിടത്തോട് പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല. ഇതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി ഇവരെ നമുക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവരെല്ലാവരെയും സെലക്ട് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ അൺലിങ്ക് ചെയ്ത് വെച്ച് ഇവരെ സെലക്ട് ചെയ്യുക. കമാൻഡ് എൽ, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ എല്ലായിരിക്കും, അത് അൺലിങ്കായി. വീണ്ടും ഒന്നുകൂടി അടിച്ചാൽ ലിങ്കായി. നോക്കിയോ ഇപ്പോൾ വീണ്ടും അൺലിങ്കായേ. ഇനി ഞാൻ ഒന്നും കൂടെ അടിക്കാൻ പോവുകയാണ്. അവിടെ വെച്ചിട്ട് ഒന്നും കൂടെ രണ്ടുപേരെയും സെലക്ട് ചെയ്തു, കമാൻഡ് എൽ. ഇനി നോക്കിക്കോ വീണ്ടും ലിങ്കായി. കണ്ടോ. ഇനി ഇതേപോലെ എനിക്ക് വേറെ ഈ ഒരു വീഡിയോയും ഈ ഒരു 2-3 ഓഡിയോകൾ എനിക്ക് ഉണ്ടെന്ന് കരുതുക. എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഓഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇവരെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ കമാൻഡ് എൽ അടിച്ച് കഴിഞ്ഞാൽ നോക്കുക, ആദ്യം ചിലപ്പോൾ അൺലിങ്ക് ആയിരിക്കും ആവുക. അതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഇവരെ സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കമാൻഡ് എൽ അടിച്ച് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത മൊത്തം പേര് ലിങ്കായി. കണ്ടോ. അവരെ ഞാൻ എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും വരിക. കണ്ടോ. അതാണ് ലിങ്കിൻ്റെ ഒരു ഉദ്ദേശം. ഇപ്പം ഞാൻ ഇവരൊക്കെ അൺലിങ്ക് ചെയ്തു. വീണ്ടും ഇവരെല്ലാവരെയും സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും, ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഞാൻ ഈ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ലിങ്ക് ചെയ്ത അതേ ഓപ്ഷൻ തന്നെയാണ്. ഞാൻ ഇവരെ വേണമെങ്കിൽ എവിടെ കൊണ്ടുപോയാലും എല്ലാവരും ഒരുമിച്ച് വരും. അപ്പോൾ ഇവിടെ ലിങ്ക്ഡായി, അതായത് ഒരു ഗ്രൂപ്പായി. ഇനി അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്യുക. ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ലേ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? ഇപ്പോൾ ഞാൻ ഈ 2 ക്ലിപ്പുകളെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. അതായത് മുന്നിലോട്ട് പോകുന്ന ടൈം ലൈനിലെ 2 ക്ലിപ്പുകൾ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതാണ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. താഴേക്കുള്ള ഓഡിയോസിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് അൺലിങ്ക് വരുന്നത്. കണ്ടോ. ഇവിടെ ഗ്രൂപ്പിംഗ് ഇല്ല, ഇവിടെ ലിങ്ക് അൺലിങ്ക്. അതായത് മുകളിലേക്കുള്ള ട്രാക്കുകളെ താഴേക്ക് ഒരൊറ്റ സെറ്റാക്കാൻ വേണ്ടി ലിങ്കും, അതേപോലെ കൂടുതൽ വീഡിയോസിനെ ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രൂപ്പിങ്ങും. കമാൻഡ് ജി ആയിരിക്കും, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ ജി ആയിരിക്കും. ഒന്ന് നോക്കട്ടെ ഗ്രൂപ്പിങ്.
കമാൻഡ് ഷിഫ്റ്റ് ജി എന്നടിച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും അൺഗ്രൂപ്പ് ആവും. കണ്ടോ, അൺഗ്രൂപ്പായേ നമ്മൾ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടാണ്. വീണ്ടും ഞാനൊക്കെ സെലക്ട് ചെയ്ത് കമാൻഡ് ജി എന്നടിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വീണ്ടും ഗ്രൂപ്പായി. കണ്ടോ, ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. വലിയ ടൈം ലൈനൊക്കെ ആണെങ്കിൽ സുഖമാണ്. ഇത്ര ഏരിയ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നെസ്റ്റാണ്. കൂട്, കിളിക്കൂടിനൊക്കെ നമ്മൾ നെസ്റ്റ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലിങ്കിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ് ഇത് കിടക്കുന്നതുകൊണ്ട് തന്നെ എന്തോ ലിങ്ക് ചെയ്യുന്ന സംഭവമാണെന്ന് മനസ്സിലായില്ലേ. കുറച്ചും കൂടി എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ടൈം ലൈൻ്റെ അകത്ത് ഒരു ടൈം ലൈനും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ മൊത്തത്തിൽ ഒരു വീഡിയോ ആക്കി ഇവിടേക്ക് കാണിക്കാം. അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിന് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി ഈ ക്ലിപ്പിൻ്റെ മുകളിൽ ഞാൻ എന്തെങ്കിലും ഒരു എഫക്റ്റിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു VFX ക്ലിപ്പിനെ ആഡ് ചെയ്തു കേട്ടോ. ഒന്നുമില്ല, ഒരു തീ കത്തുന്ന ഒരു എഫക്റ്റാണ്. അതിനെ ആഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ആ ഒരു സ്തൂപത്തിൻ്റെ മുകളിൽ നിന്ന് ആ തീ ഇങ്ങനെ കത്തുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റോ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഇവരെ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ നെസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഗ്രൂപ്പിങ്ങിൻ്റെ ഇതിൽ തന്നെ വരുന്ന നെസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സീക്വൻസിൻ്റെ ഒരു പേരിടാൻ വേണ്ടി പറയാം. അപ്പോൾ ഞാൻ ഫയർ എന്നുള്ളൊരു പേരിട്ടു. ആ ഒരു നെസ്റ്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, അവർ മൊത്തത്തിൽ ഒരു വീഡിയോ പോലെ ആക്ട് ചെയ്തു. പക്ഷേ എനിക്ക് തീന് ഇവിടേക്ക് എടുത്ത് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഞാനിത് റെൻഡർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഓൺ ആവും. അതേപോലെ ബാക്കി സംഭവങ്ങളൊന്നും ഇവിടെ കാണില്ല. ടൈം ലൈനിൽ ആകെ ഇവർ രണ്ടുപേരെ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പൊസിഷൻ മാറ്റി വെക്കാൻ ഒരു പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് പൊസിഷന് ഇവിടേക്ക് മാറ്റി വെച്ചു. ഇവിടേക്ക് മാറ്റി വെച്ചു. ഇതിൻ്റെ മുകളിൽ കത്തും പോലെ ആക്കി വെച്ചു. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നുള്ള കാര്യമുണ്ടോ? നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ആദ്യം നമുക്ക് തിരിച്ച് ബാക്കോട്ടേക്ക് തന്നെ പോകണമല്ലേ. അതിന് എന്ത് ചെയ്യുന്നറിയാം, ഇവിടെ പ്രോഗ്രാം ഫയൽ കണ്ടോ, ഫയറിൻ്റെ ഇവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് നമ്മുടെ ഫയർ എന്നുള്ള പ്രോജക്റ്റും മെയിൻ പ്രോജക്റ്റും കാണാൻ പറ്റും. ഞാൻ മെയിൻ പ്രോജക്റ്റിൻ്റെ അകത്തേക്ക് തിരിച്ച് വന്നിട്ട് ഇതിന് ഇത്തിരി സൂം ചെയ്യാണ്. സൂം ചെയ്ത് വെച്ചിട്ട് ഇതൊരു മോഷൻ കൊടുക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കീ ഫ്രെയിം ഇട്ടൊരു മോഷൻ കൊടുക്കുകയാണ്. അപ്പോൾ പൊസിഷനിൽ ഇവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യണം. കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ ഫയർ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും മാറണമെന്ന് കരുതുക. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാറി വന്നു. ഓക്കെ, ഈ സമയത്ത് ഞാനിത് പ്ലേ ചെയ്യണം. നോക്കിക്കോ, ആ ഫയർ കണ്ടോ, അത് കൃത്യമായിട്ട് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കീ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫയറിനും ബാക്ക്ഗ്രൗണ്ടിനും വേറെ വേറെ കീ ഫ്രെയിം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു അല്ലേ. ഇതിങ്ങനെ നെസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എന്താണ്, ഉള്ളിൽ നമ്മൾ ചെയ്ത സെറ്റിങ്സ് ഒന്നും പുറത്തേക്ക് മാറില്ല. ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ എനിക്കിത് നേരത്തെ പറഞ്ഞാൽ ഇവിടേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഡബിൾ ക്ലിക്ക് വെച്ച് ഓപ്പൺ ചെയ്തു. ഇവിടെ വന്നു. ഇതിൻ്റെ പൊസിഷന് ഇവിടേക്ക് മാറ്റി വെച്ചു. ഇവിടെ അല്ലേ ആദ്യം കത്തിയുണ്ടായിരുന്നത്, ഇവിടേക്ക് മാറ്റി വെച്ചു. വീണ്ടും ഞാൻ പ്രോഗ്രാമിൽ വന്നിട്ട് പഴയ വീഡിയോയിലേക്ക് തന്നെ വന്ന് ഒന്ന് പ്ലേ ചെയ്യണം. നോക്കിക്കോ, ഇപ്പോൾ കണ്ടോ, അത് അവിടെ തന്നെ ട്രാക്ക് ചെയ്ത് വെച്ച പോലെ അവിടെ തന്നെ നിൽക്കും. വീഡിയോയിൽ വരുന്ന മാറ്റങ്ങളൊന്നും അതിനെ ബാധിക്കില്ല. ആ ഒരു സംഭവമാണിത്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലായില്ലേ. ഇനി ഈ നെസ്റ്റ് ചെയ്ത് വെച്ച സംഭവത്തിന് തന്നെ എനിക്ക് എപ്പോഴും മാറിപ്പോകാതെ കിട്ടണം. അപ്പോൾ അതിനൊരു പ്രത്യേക കളർ വേണമെന്ന് കരുതുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലേബലിന് കാണാൻ പറ്റും. ലേബൽ അതിൽ വന്നിട്ട് താഴേക്ക് വന്ന് ഞാനിപ്പോൾ ഇതിലൊന്നും ഇല്ലാത്തൊരു കളർ, അതാ റോസ് എന്നുള്ളൊരു കളർ കൊടുത്തു. ഇപ്പോൾ എനിക്ക് നെസ്റ്റ് ചെയ്ത് വെച്ച വീഡിയോസിനൊക്കെ ഈ ഒരു റോസ് കളറിൽ കാണാൻ പറ്റും. സിമ്പിളല്ലേ. ഇനി നെസ്റ്റ് ചെയ്യാത്ത ക്ലിപ്പുകൾക്കൊക്കെ എനിക്ക് വേറെ കളറാണ് വേണ്ടെങ്കിലോ, ഇത് കണ്ടോ, ഓഡിയോ ഇല്ലാത്ത ക്ലിപ്പ് ആയതുകൊണ്ടാണ് ഇവൻ ഈ ഒരു നീല കളറിലും ഇവനെ ഒരു ടീൽ കളറിലും വന്നാണ്ടോ. ഓഡിയോ ഉള്ളവർ ടീൽ കളറിലും. അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഒരൊറ്റ കളറിൽ മതിയെങ്കിൽ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലേബലിൽ വരിക, താഴേക്ക് വരിക. എനിക്ക് ഓറഞ്ച് അല്ലെങ്കിൽ മജന്ത ഏതെങ്കിലും കളർ കണ്ടോ. അപ്പോൾ അവരൊക്കെ ഒരു സെറ്റായി, ഒരു കളറായി. അപ്പോൾ അവരൊക്കെ ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവൻ നെസ്റ്റ് ആണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ തന്നെ ഓർത്ത് വെക്കണം കേട്ടോ, ഏത് കളറാണ് നമ്മൾ മാറ്റുന്നതെന്നുള്ളത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സെറ്റിങ്സ്. നെസ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ലേബലും നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ സ്പീഡ് ഡ്യൂറേഷൻ ആണ്, അത് പറയേണ്ട കാര്യമില്ല. ഫാസ്റ്റ് ആക്കുക, അതുപോലെ സ്ലോ മോഷൻ ആക്കുക. ഇതിന് വേണ്ടിയാണ്. സ്ലോ മോഷൻ ആക്കണമെങ്കിൽ നമ്മളിവിടെ ഒരു 60 കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 50 കൊടുത്തു കഴിഞ്ഞാൽ നേരെ പകുതിയാവും. പിന്നെ മേലോട്ടേക്ക് കൊടുക്കുന്നതനുസരിച്ച് സ്പീഡിൻ്റെ വ്യതിയാനം വരും. അപ്പോൾ 60 കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്ലോ മോഷൻ എഫക്റ്റ് ഇതിന് കിട്ടും. ഇനി നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിലോ ഇതേപോലെ സ്പീഡ് ഡ്യൂറേഷനിൽ വരാം. നമുക്കിവിടെ ഒരു ഇരട്ടി സ്പീഡാണ് കിട്ടുന്നതെങ്കിൽ ഒരു 200 കൊടുത്തു കഴിഞ്ഞാൽ 100ൻ്റെ ഇരട്ടി സ്പീഡാവും. അതുപോലെ തന്നെ വീഡിയോയുടെ ലെങ്ത്തും കുറേ നേരം കാണാൻ പറ്റും. ലെങ്ത്ത് വേണമെങ്കിൽ വീഡിയോ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കാവുന്നുള്ളൂ. നമുക്കിവിടെ സ്പീഡും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഷോർട്ട് കട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഷോർട്ട് കട്ടായിട്ട് കമാൻഡ് ഓപ്ഷന് ആർന്ന് ഒരു ഷോർട്ട് കട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കട്ട് കൊടുക്കുക. ഞാനിവിടെ കമാൻഡ് ഓപ്ഷൻ ആർന്നുള്ള ഷോർട്ട് കട്ട് കൊടുക്കുകയാണ്. കാരണം FCPയിലും ഡാവിഞ്ചിയിലൊക്കെ ഞാൻ ഇതേ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷോർട്ട് കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കമാൻഡ് ഷിഫ്റ്റ് ആർന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ല റിവേഴ്സ് സ്പീഡ് ആക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. റിപ്പിൾ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ. നേരത്തെ നമ്മൾ 200 കൊടുത്തപ്പോൾ ഇവിടെ കട്ടായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ലേ. ഈ റിപ്പിൾ എന്നുള്ള ഇവിടെ ടിക്ക് ചെയ്തിട്ട് ഒന്ന് ഓക്കെ കൊടുത്ത് നോക്കിയേ, കണ്ടോ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിലും ഇത് കട്ട് ഓഫ് ആയില്ല. കറക്റ്റായിട്ട് മനസ്സിലായതാ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കമാൻഡ്
ഓപ്ഷൻ 6 കൺട്രോൾ ഓപ്ഷൻ 6 വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. സോറി, കൺട്രോൾ ആൾട്ട് 6 വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 200 കൊടുത്തിട്ട് ഈ റിപ്പിൾ ഓഫ് ആക്കിയിട്ട് ആദ്യം ഓക്കെ കൊടുക്കുമ്പോൾ കണ്ടോ അവിടെ ഈ കട്ടായിപ്പോയി, ആ ഗ്യാപ്പ് അവിടെ വന്നു. വീണ്ടും അണ്ടു അടിച്ചു. ഞാൻ ഒന്നും കൂടെ റീടൈം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ റിപ്പിൾ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത് അവിടെ നിന്ന് ടൈം എന്താവും, സ്ലോ ആവും അല്ലെങ്കിൽ സ്പീഡാവും. പക്ഷേ ഇതിൻ്റെ മുന്നോട്ടേക്കുള്ള ലെങ്ത്ത് അവിടേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ ഫിക്സ് ആയിട്ട് നിൽക്കും. ആ ക്ലിപ്പിൻ്റെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരവിടെ നിൽക്കും. ഇവർ നടക്കുന്നതിൽ നമുക്കൊന്ന് റിവേഴ്സ് കൊടുത്തു നോക്കാം. അത് റിവേഴ്സ് കൊടുത്തു, റിപ്പിൾ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ അവർ ബാക്കോട്ട് നടക്കും. കണ്ടോ സീന് മൊത്തം ബാക്കോട്ടേക്ക് മാറി. കടൽ ബാക്കോട്ടേക്ക് പോയി. നമ്മുടെ റോക്കി ബോയ് വന്ന പോലെ കടൽ വരെ ബാക്കോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇനി അടുത്ത റൈറ്റ് ക്ലിക്കിൽ എന്താണ് വരുന്നത് നോക്കാം അല്ലേ. ഇനി അടുത്ത നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയോൻ്റെ സെറ്റിങ്സ് ആണ്. അത് നമുക്ക് ഓഡിയോൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓഡിയോ ഗെയിനൊക്കെയാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓഡിയോ ഗെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കുറച്ച് കൂട്ടിയിടണമെങ്കിൽ 0 dB എന്ന് മാറ്റിയിട്ടൊരു 20 dB, ഇനി കുറച്ചിടണമെങ്കിൽ -20 dB എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ മാനുവലി ഇങ്ങനെ കുറയ്ക്കാനുള്ളതാണ്. അതിന് പകരം നമുക്ക് ഈ ഒരു ലൈൻ കണ്ട, ഈ ലൈന് മേലേക്കും താഴേക്കും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലും കണ്ട dB മറന്ന് 15 dB ആയി, താഴേക്കുന്ന -10 dB ആയി, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് അത്ര ഒരു അർജൻറ്റുള്ള സംഭവമല്ല. അവിടെ വന്ന് ഇങ്ങനെ മാറ്റേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ടും ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ഓഡിയോ ചാനൽസ് നമുക്ക് ലെഫ്റ്റ് ചാനൽ ലെഫ്റ്റിൽ തന്നെ വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് റൈറ്റിൽ വരണമെങ്കിൽ ഇവിടുന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ട് റൈറ്റ് ലെഫ്റ്റിലേക്ക്, അതായത് സ്വയപ്പ് ആണെങ്കിൽ തിരിച്ചിപ്പോഴേക്ക് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറും. അറിയാലോ, സ്റ്റീരിയോ ഒക്കെ. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ചെയ്യാം കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ അത്രയും തന്നെ മതി, ധാരാളമാണ്. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ഓഡിയോ ടാഗ് ടൈപ്പ് എന്നൊക്കെ എനേബിൾ എൻഹാൻസ് സ്പീച്ച്. അപ്പോൾ നമ്മളെ സൗണ്ടിനെ എൻഹാൻസ് ചെയ്യാൻ, അതായത് സ്പീച്ച് നമ്മളെ വോയിസ് ഓവറിനെ നമ്മളെ സൗണ്ടിനെ നമ്മൾ പറയുന്ന ഒച്ചേനെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. അത് വലിയൊരു ഓപ്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് ഓഡിയോയുടെ ഇതിൽ പറയാം കേട്ടോ. തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ഇടുകയാണ്. വോയിസ് എൻഹാൻസ് കൂട്ടിക്കഴിഞ്ഞാൽ മ്യൂസിക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഓഡിയോ, നമ്മുടെ വോക്കൽ ഓഡിയോ മാത്രം കൂടിയിട്ട് വരും. ഓഡിയോയുടെ അത് വിട്ടു. പിന്നെ സാധാരണ റീനെയിം, നമ്മുടെ ക്ലിപ്പിന് പേര് മാറ്റണമെങ്കിൽ ജസ്റ്റ് റീനെയിം അടിച്ചു കൊടുത്താൽ മതി. ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് ഇതിനെ നമുക്ക് സബ് ക്ലിപ്പായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൈം ലൈനിലേക്ക് വരും കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് സബ് ക്ലിപ്പ്. പിന്നെ റിവീൽ ഇൻ പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഈ പ്രൊജക്റ്റിൽ എവിടെയാണുള്ളത്, അതായത് ബിന്നിൽ എവിടെയാണുള്ളത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ റൈറ്റ് ക്ലിക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഷോ ഇൻ ഫൈൻഡർ എന്ന് കാണിക്കുന്നത് ഷോ ഇൻ ഫോൾഡറാണ്. നമുക്ക് ഫോൾഡറിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എന്താ ആ ഒരു വീഡിയോ ഈ ഫോൾഡറിൻ്റെ അകത്താണ് ഉള്ളതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ റൈറ്റ് ക്ലിക്കിലുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ ഷോ ക്ലിപ്പ് കീ ഫ്രെയിംസ് എന്നുണ്ടോ, അവിടെ നമുക്ക് മോഷൻ എന്നുള്ളൊരു ഓപ്ഷൻ്റെ അകത്ത് ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആക്കാട്ടോ. ഇപ്പോൾ ഒപ്പാസിറ്റിയിലാണ് കിടക്കുന്നത്. അതായത് എന്താണെന്ന് മനസ്സിലായോ, കാണിച്ചു തരാം. ഇപ്പോൾ ഒപ്പാസിറ്റിയിൽ ഈ ഒരു വര കണ്ടോ, ഈ വര വീഡിയോയിലൊരു വര ഉണ്ടാവും. വര താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറഞ്ഞ് വരും. കൂട്ടിയതാ ഉണ്ടോ, ഒപ്പാസിറ്റി അറിയാമല്ലോ അല്ലേ, നമ്മൾ ബേസിക്കലി പറഞ്ഞാണ് ഇതാണ് ഒപ്പാസിറ്റി. അപ്പോൾ അതിന് പകരം നമുക്ക് ഒപ്പാസിറ്റി അല്ല വേറെ ഏതെങ്കിലും ആണ് വേണ്ടെങ്കിൽ ആ വരയ്ക്ക് അത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ക്ലിപ്പിൽ വരിക. അപ്പോൾ എനിക്ക് മോഷനാണ് വേണ്ടത്, പൊസിഷനാണെന്ന്, അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേഷൻ കൊടുക്കുകയാണേ. ഇതിന് ഞാൻ ഈ ലൈൻ പിടിച്ച് വലിക്കുമ്പോൾ നോക്കിയോ ക്ലിപ്പ് കിടന്ന് കറങ്ങും കണ്ടോ, റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പിന് ഏത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കുക. അത് നല്ലൊരു ഉപകാരമാണ് അല്ലേ. നമുക്ക് സൂമിങ്ങിനൊക്കെയാണ് വേണ്ടെങ്കിൽ ഒപ്പാസിറ്റി വരെ നമുക്ക് ഓരോ ക്ലിപ്പ് ഇവിടെ ഒന്ന് സൂം ചെയ്ത് കളിക്കുന്നതിന് പകരം ഇവിടെ ജസ്റ്റ് വലിച്ച് സൂം ഔട്ട് ചെയ്ത് അങ്ങനത്തെ ക്ലിപ്പുകൾ ഉണ്ടാവില്ലേ, ഫോട്ടോസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അത് വളരെ യൂസ്ഫുൾ ആവും. കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അല്ലേ. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, താഴെ വരുന്നു, മോഷനിൽ സ്കെയിൽ കൊടുക്കുക. സ്കെയിലാണ് കേട്ടോ, സൂം ഔട്ട് സൂമിങ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഞാൻ ഈ സ്കെയിൽ ഒന്ന് കൂട്ടുകയാണെങ്കിൽ നോക്കിയോ ക്ലിപ്പ് വലുതായി കണ്ടോ, സൂം ആയതാണ് ഇപ്പോൾ സംഭവം കണ്ടോ, സൂം ഔട്ടായി പറ്റ താഴ്ന്നു പോയത്. ഇത് ഭയങ്കര റിസ്ക് ആട്ടോ, അത് കൊണ്ട് പിടിച്ച് നിൽക്കുകയെന്ന് വെച്ചാൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറിയോ, ഓപ്ഷൻ ബട്ടൺ അല്ലെങ്കിൽ ആൾട്ട് ബട്ടൺ പ്രസ് ചെയ്ത് നീക്കി നോക്കിയേ കണ്ടോ, മെല്ലേ സൂം ആവുള്ളൂ കണ്ടോ, മെല്ലേ സൂം ഔട്ട് ആവുള്ളൂ. ഇവിടെ താഴെ എഴുതിയും കാണിക്കുന്നുണ്ടല്ലോ എത്ര സൂം ഔട്ട് ആയി എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ മുന്നോട്ടേക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യുന്നത്, അതുപോലെ ട്രാൻസാക്ഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഓഡിയോയും കളർ ഗ്രേഡിങ്ങും ഒക്കെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.